ഇന്ന് രാവിലെ നമ്മുടെ അടിമാലിയിൽ കളരിക്കൽ ഫിഷറീസിൽ നല്ല നാടൻ മത്തി വന്നിടുന്നുണ്ട് മേടിക്കാൻ വേണ്ടി പോണത് കേട്ടോ. കുറേ നാളായിട്ടുണ്ട് മത്തി കിട്ടാതെയായിട്ട്. അങ്ങനെ ഞാനവിടെ ചെല്ലുമ്പോൾ നല്ല ഫ്രഷ് കിളിമീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കിളിമീൻ എൻ്റെ ഇളയ കൊച്ചിനും കെട്ടിയനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും വാങ്ങിച്ചു. അത് നന്നാക്കി വീട്ടിൽ കൊണ്ടുവന്നിട്ട് സവോള, കറിവേപ്പില, പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും സാധനമായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ അരപ്പിനകത്തേക്ക് ചാളയും പറക്കിയിട്ട് കുടപ്പുളി ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ചു. അങ്ങനെ ചാളക്കറിയുടെ ഫൈനൽ റിസൾട്ടാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയനും കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറുത്തരച്ച് കിളിമീൻ വയ്ക്കുക. അങ്ങനെ തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും സാധനം വറുത്തു അതരച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചു. അതിലേക്ക് തക്കാളി, പച്ചമുളക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടപ്പുളിയും കൂടെ ചേർക്കുന്നുണ്ട്, ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കിളിമീനിട്ട് അടച്ചു വെച്ചു. അതിലേക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി, ഉലുവ, കറിവേപ്പില ഇത്രയും താളിച്ചൊഴിച്ചു. അങ്ങനെ കിളിമീൻ കറി റെഡിയായി. എൻ്റെ മൂത്ത മുളക് മത്തി പൊള്ളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാതെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി ഇത്രയും സംഭവം ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചാളയെല്ലാം പെറുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചട്ടി ചൂടാക്കി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കൊടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ല ഭയങ്കര ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങ നീരൂടെ ഒഴിച്ച് കൊടുത്തു. അങ്ങനെ മത്തിയും റെഡിയായി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇളയ കുഞ്ഞിന് കിളിമീൻ വറുക്കണം. അങ്ങനെ ഇളയാൾക്കും കെട്ടിയവനും വേണ്ടിയിട്ട് കിളിമീൻ വറുത്തത്, ചാളക്കറി, കിളിമീൻ കറി എല്ലാം റെഡിയായി. 2 പേർക്കുള്ള ചോറെടുത്തു. എൻ്റെ കെട്ടിയവൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പുള്ളിക്ക് ചെറിയൊരു പനിയുള്ള കാരണം ഇന്ന് കഞ്ഞിയിൽ പുള്ളി തൽക്കാലത്തേക്ക് ഒതുങ്ങിയേക്കുവാണ്. എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാനും വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ടാറ്റാ.